കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റ് ചെന്ന് യഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടനെ സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയിങ്കിൽ നിന്ന് കോപം നിൻ്റെ മേൽ വന്നിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഇസ്രായേൽ നേരിട്ട ഒരു യുദ്ധം നമുക്കറിയാൻ കഴിയുന്നല്ലേ. ഇസ്രായേലിലെ രാജാവായിരുന്ന ആഹാബും ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ 18-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് യഹോശാഫാത്ത് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമരിയയിൽ ആഹാബിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അവിടെ വരുന്ന സമയത്താണ് പിന്നീട് യുദ്ധങ്ങളൊക്കെ അതിനെ പ്രതിയൊക്കെയുള്ള ചില മേഖലകൾ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഈ ആഹാബാണ് യഹോശാഫാത്തിൻ്റെ സഹായം തേടുന്നത്. അങ്ങനെ യഹോശാഫാത്ത് സ്തോത്രം ആഹാബിനോടൊപ്പം യുദ്ധത്തിന് പോകുന്നൊരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. ആ യുദ്ധത്തിൽ സ്തോത്രം ആഹാബ് മരണപ്പെടുകയും സ്തോത്രം യഹോശാഫാത്ത് തിരിച്ചു വരികയും ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചു വന്ന യഹോശാഫാത്തിനോട് യേഹൂ എന്ന ദർശകൻ പറയുന്നൊരു ഭാഗമാണ്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ എന്ന് ചോദിക്കുന്നൊരു മേഖല അവിടെയുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യഹോശാഫാത്ത് എന്ന മനുഷ്യൻ വളരെ കൃത്യമായിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനാണ് അല്ലേ. എന്നാൽ ഈ യഹോശാഫാത്തിന് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ആഹാബുമായി ബന്ധപ്പെട്ടുള്ള ആ ബന്ധം ഇല്ലെങ്കിൽ ആ സംബന്ധം കൂടുന്ന ഒരു ഭാഗം നമ്മളവിടെ വായിക്കുന്നുണ്ട് അല്ലേ. എന്നതുപോലെ നമ്മളൊന്ന് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് നമ്മുടെ കൃപയെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ആത്മീക ജീവിതത്തെ നഷ്ടപ്പെടുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ, അത് ഈ വ്യക്തികളാകാം, ഇല്ലെങ്കിൽ മറ്റ് ചിലരൊക്കെ ഇപ്പം വ്യക്തിബന്ധങ്ങൾക്കകത്ത് വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്നതിനേക്കാൾ ഉപരി ഇന്ന് നമ്മുടെ കാലത്തേക്ക് വരുന്ന സമയത്ത് ചില മീഡിയാസ് ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൊണ്ടുപോകും. ചിലർക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയി പോകുന്ന മേഖലകളുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില സ്തോത്രം വിനോദങ്ങളിൽ അതിനകത്ത് അഡിക്ഷൻ, ഇപ്പോൾ യാത്രകളിൽ അഡിക്ഷനായി പോകുന്നവരുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ ക്രിക്കറ്റോ ഇല്ലെങ്കിൽ ഫുട്ബോൾ അങ്ങനെയുള്ള കളികൾക്കകത്ത് അഡിക്ഷനായി പോകുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ദൈവിക ബന്ധത്തിനകത്ത് നിന്ന് നമ്മളെ അകറ്റുന്നതെന്ന് നമുക്ക് തോന്നിയാൽ അവിടെ നിന്ന് നമ്മൾ നിശ്ചയമായിട്ട് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ യേഹൂ ദർശകൻ യഹോശാഫാത്തിനോട് പറയുന്നത്, നീ ആഹാബുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അതിനകത്ത് യഹൂ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം, യഹോവയെ പകയ്ക്കുന്നവനോട് നീ എന്ത് ചെയ്യുന്നുവോ? സ്നേഹം കാണിക്കുന്നുവോ? അടുത്ത് പറയുന്നു, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? സ്തോത്രം എന്ന് പറയുന്നത് ഈ 2 ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഒന്ന്, യേഹൂ എന്ന ദർശകൻ ആഹാബിനെ പറ്റി പറഞ്ഞ അവൻ ദുഷ്ടനാണ്. 2 പറഞ്ഞ ഭാഗം, അവൻ യഹോവയെ പകയ്ക്കുന്നവനാണ്. എന്തുവാ യഹോവയെ പകയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ത്യജിച്ചുകൊണ്ട് സ്തോത്രം മുന്നോട്ട് പോയി മാനുഷിക ഇഷ്ടപ്രകാരം ഇല്ലെങ്കിൽ സ്വന്തം വിവേകത്തിൽ ഊന്നി മുന്നോട്ട് പോകുന്നതിനെയാണ് ദൈവത്തെ വെറുക്കുക, ദൈവത്തെ പകയ്ക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതിനെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇങ്ങനെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന തലങ്ങളിൽ നിന്ന് ദൈവമക്കളായി നമ്മൾ നിശ്ചയമായിട്ട് അകന്നു നിൽക്കേണ്ടത് ആവശ്യമാണ്. 1-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് പറയുന്നപ്പോൾ പരിഹാസി, ദുഷ്ടൻ, സ്തോത്രം ഹല്ലേലൂയ, ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലേ. ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികൾ. അപ്പോൾ ദുഷ്ടന്മാരുണ്ട്, പാപികളുണ്ട്, പരിഹാസികളുണ്ട്. അപ്പോൾ ഈ തലങ്ങളുമായിട്ടുള്ള നമ്മുടെ കണക്ഷനുകൾ നിശ്ചയമായിട്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൽ
ജീവിതത്തെ അത് നിശ്ചയമായിട്ട് അഫക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും. ഇന്ന് സ്തോത്ര ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി മനസ്സിലാക്കുക, അത് ദൈവം ദോഷമായി ഒന്നും ചെയ്യുന്നവരില്ല. എന്നാൽ ഈ വിധ മേഖലകളെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. കൂടെ ഇരുന്നാട്ട് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. മാന്യതകളും ഉയർച്ചകളും ഉദ്ധാരണങ്ങളും വഴികൾ ക്രമീകരണ മേഖലകളും ദൈവം കൽപ്പിച്ച് മാനിപ്പനിട വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.